അധിക്ഷേപ പരാമർശം തുടർന്ന് നടൻ വിനായകൻ. ന്യൂസ് 18 മാധ്യമപ്രവർത്തക അപർണ കുറുപ്പിനെതിരെ അടക്കം നടത്തിയ പരാമർശങ്ങൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഓഡിയോ സന്ദേശമായി വിനായകന്റെ പുതിയ അശ്ലീലം. അപർണയെയും കുടുംബത്തെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഓഡിയോ മാധ്യമപ്രവർത്തകനായ ഷാജൻ സ്കറിയയ്ക്കാണ് വിനായകൻ അയച്ചു നൽകിയത്. ഷാജൻ സ്കറിയയുടെ കുടുംബത്തെയും വളരെ മോശമായാണ് ഓഡിയോയിൽ വിനായകൻ പരാമർശിക്കുന്നത്. പൊതുവേദിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത വാക്കുകൾ ഉള്ള ഈ ഓഡിയോ സംഭാഷണം സംരക്ഷണം ചെയ്യാൻ പൂർണ്ണമായും സാധിക്കുന്നതല്ല. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഇവയിൽ ചില ഭാഗങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ്. എടിയ പറഞ്ഞേ, ഞാൻ ഇന്ന് റെഡിയാണ്. നിന്നെ കുറുപ്പല്ല നിന്റെ തന്ത, നിന്റെ തന്ത. എനിക്ക് നിന്നോട് പ്രണയം തോന്നി ഇരിപ്പിക്കുന്ന കെട്ടി നീ എൻ്റെ കൂടെ വരോ എൻ്റെ മോളെ? എടി അപർണേ, ഞാൻ നിന്നെ ഇന്ന് അപർണ കുറുപ്പെന്ന് വിളിക്കുന്നു. എടി എന്ന് ഞാൻ വിളിക്കുന്നു, മനസ്സിലായടാ? വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ അപർണ കുറുപ്പും ഷാജൻ സ്കറിയയുമാണ് ചേരുന്നത്. ആദ്യം ശ്രീ ഷാജൻ സ്കറിയ, താങ്കൾക്കാണ് ഇത്തരത്തിലൊരു സന്ദേശം അയച്ചു നൽകിയത്. എന്തുകൊണ്ടാകാം താങ്കൾക്ക് ഇങ്ങനെ സന്ദേശം അയച്ചു നൽകിയത്? ജൂലൈ മാസം 23-നാണെന്ന് തോന്നിയ വിഷയം, ഇയാൾ VS അച്യുതാനന്ദനെ അധിക്ഷേപിച്ച വിഷയം ചൂടാ നിൽക്കുമ്പോൾ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, ഇയാളെ വെറുതെ വിടും, ഇയാൾ എന്തെങ്കിലും ചെയ്യട്ടെ, ഇയാളൊരു കുഴപ്പക്കാരനാണ്, നമ്മൾ ഇയാളുടെ പുറകെ പോകുന്നത് കൊണ്ടാണ് എന്നും പറഞ്ഞ് ഞാൻ അയാൾക്ക് പോസിറ്റീവ് ആകും, ഒരു പരിധി വരെ ഇയാൾ ഇങ്ങനെയാണ് നന്നാവത്തില്ല എന്ന് കരുതി ഒരു വീഡിയോ ചെയ്തു. ഈ വീഡിയോ ചെയ്ത് അന്ന് അയാൾ എന്നെ കുറേ തവണ വിളിച്ചു. ഞാനൊരു പരിപാടിയിൽ ഇരിക്കായിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു 100 തവണ വിളിച്ചിരിക്കുന്നു. അപ്പൊ ഞാനൊരു മെസ്സേജ് ഇട്ടു, എന്താണെന്ന് പറയൂ വിനായക, പിന്നെ വിളിക്കാൻ. പിന്നെ അയാൾ എനിക്കിട്ട മെസ്സേജ് പച്ചത്തെറി വിളിച്ച് എന്റെ ഭാര്യ എന്റെ മക്കളെയൊക്കെ വിളിച്ച് തെറി പിടിച്ചായിരുന്നു. ഞാൻ മറുപടി പറയാൻ പോയില്ല. പിന്നെ അന്ന് രാത്രി മുഴുവൻ അയാൾ എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നു. ഒരു വൈകുന്നേരം തുടങ്ങി, അന്ന് നേരം വെളുത്ത് ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഇതേ മെസ്സേജുകൾ അയാൾ എനിക്ക് രാവിലെ പച്ചത്തെറി പറഞ്ഞു, ഭാര്യയെ ചീത്ത വിളിച്ച്, മക്കളെ ചീത്ത വിളിച്ച്, എന്റെ പെൺകുട്ടിക്ക്, എന്റെ മകൾക്ക് 16 വയസ്സേ ഉള്ളൂ, ആ കൊച്ചിനെ കുറിച്ചൊക്കെ വൃത്തികേട് പറഞ്ഞ് അയാൾ എനിക്ക് എന്തൊക്കെ നമുക്ക് പറയാൻ വയ്യാത്ത തരത്തിലുള്ള വൃത്തികേടുകൾ മാത്രം പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നു. വേറെ എന്തൊക്കെയോ ഇട്ടുകൊണ്ടിരുന്നു. ഞാൻ ഇത് ഇനിയിപ്പോ ഇയാളുടെ പറയാൻ ശ്രീ ഷാജൻ സ്കറിയ, അതായത് താങ്കളുടെ കുടുംബത്തെ കൂടി അവഹേളിക്കുന്ന, ആക്ഷേപിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് അയച്ചത് എന്ന് താങ്കൾ പറയുമ്പോൾ, ആ സന്ദേശത്തിൽ കൂടി അത് പൂർണ്ണമായും പ്രേക്ഷകരെ കേൾപ്പിക്കാൻ പറ്റുന്നതല്ല എങ്കിലും കേൾപ്പിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ, മറ്റു ഭാഗങ്ങൾ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് നീക്കിയതാണ്. അതുകൂടി ഒന്ന് കേൾക്കാം. കറക്റ്റാണ് സാജ, അത് കറക്റ്റാണ്. പക്ഷെ നിങ്ങളൊക്കെ നന്മ നിറഞ്ഞ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് സാജന എത്തി തന്നതാണ്. അവക്കല്ല, തൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, പറയാൻ മറന്നായി. തൻ്റെ അവക്ക് മാത്രമല്ല, ഈ ലോകത്തിലെ നിറം നിറഞ്ഞ തൻ്റെ അവക്കും ഞാൻ കൊടുക്കും. ഓക്കെ, നാളെ തന്നെ കൊടുക്കും കേട്ടോ, പുറത്തു വരും. ഓക്കെ സാജ, നല്ലോണം പത്രപ്രവർത്തനം ചെയ്ത് ജീവിക്ക്. ഓക്കെ, തൻ്റെ ഭാര്യയും തൻ്റെ മകളും ഒരുവിധം ഇതുവരെ ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ സാജ, നാളെ എന്തായാലും തൻ്റെ മകക്കിട്ട് ഞാൻ കൊടുക്കും. ഓക്കെ, യെസ്, ഈ നിലയിലുള്ള സംഭാഷണമാണ് വിനായകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതിലിപ്പോൾ പറയൂ. ഇതിപ്പം ഈ അപർണയുടെ മെസ്സേജ് ഇട്ടുകൂടെ ഇട്ടതാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ കുറെ വൃത്തിയായിട്ട് ഞാൻ ഇഗ്നോർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇയാളുടെ മെസ്സേജ് ഒന്നും എടുക്കേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഈ അപർണയെ ചീത്ത വിളിച്ചുകൊണ്ട് മെസ്സേജ് ഇട്ടു. അപ്പോ അതിങ്ങനെ ഇത് മുമ്പ് നമ്മൾ ആദ്യം കേൾപ്പിച്ച മെസ്സേജ് അടക്കം കുറെ മെസ്സേജ് ഇട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ അപർണയോട് പറയാനുള്ളത് എന്നോട് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഇപ്പോഴത്തെ മെസ്സേജ് വന്നത്. അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് വീണ്ടും എനിക്ക് മെസ്സേജ് ഇട്ടത്. എനിക്കറിയത്തില്ല എന്തിനാണ് അപർണയ്ക്കുള്ള മെസ്സേജ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ പലർക്കും ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഞാനും ഇയാൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ ഈ 2 വോയിസ് മെസ്സേജ് ആകപ്പാട് ഇയാൾക്ക് മറുപടി ആയിട്ട് ഇട്ടിട്ടുള്ളൂ. ആദ്യം ഒരിക്കൽ എന്താ വിവരം പറയാൻ പറഞ്ഞു, ഇപ്പൊ എന്തിനാണ് അപർണയ്ക്കുള്ള മെസ്സേജ് എനിക്ക് ഇടുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഇത് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അപർണയെ കുറിച്ച് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാതെ അയാൾ നിരവധി പേർക്ക് ഇത്തരം മെസ്സേജുകൾ അയച്ചു കൊടുക്കുന്നുണ്ടെന്നാണ്. അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്. അയാളെ ആരൊക്കെയോ പിന്തുണയ്ക്കുന്നു. അയാൾ ഇവിടുത്തെ സാംസ്കാരിക നായകനായിരിക്കുന്നു. അയാൾക്ക് ഇവിടെ വലിയ പിന്തുണയാണ്. അങ്ങനെ അയാൾ വിപ്ലവത്തിന്റെ നായകനായതുകൊണ്ട് അയാൾക്ക് ആരെക്കുറിച്ച് എന്തും പറയാം. ഈ അവസ്ഥയല്ല. ഞാൻ അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഭാര്യയെക്കുറിച്ചും പിള്ളേരെക്കുറിച്ചും പറഞ്ഞത് ഒരു പരാതി കൊടുക്കേണ്ടത്. പക്ഷെ പരാതി കൊടുത്തിട്ട് കാര്യമില്ല. കാരണം എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പലർക്കെതിരെയും ഇതിനു മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അനങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് പരാതി കൊടുക്കാറ്. പിന്നെ അപർണയുടെ കിട്ടിയപ്പോൾ ഞാൻ അപർണയ്ക്ക് ഇട്ട് കൊടുത്തു.
കാരണം അപർണ ഇയാൾ ഇങ്ങനെ ഇട്ടതാണെന്ന് പറഞ്ഞാൽ അപർണയ്ക്ക് ഇട്ടുകൊടുത്തു. അതാണ് എനിക്കിതിന്റെ ഒരു പശ്ചാത്തലം അറിയാവുന്നത്. അതായത് താങ്കൾ ഈ പറയുന്നത് പോലെ അയാൾക്ക് എന്തും പറയുവാനുള്ള ഒരു ലൈസൻസ് അങ്ങനെ ആരെങ്കിലും കൊടുത്തു എന്നൊക്കെ പറയാൻ സാധിക്കുമോ ശ്രീ ഷാജൻ സ്കറിയ? ഇപ്പോൾ അയാൾ എന്ത് നടനുമാകട്ടെ, ആ നടന വൈഭവം എത്രത്തോളം മികവുറ്റതാകട്ടെ, അതൊക്കെ ഇങ്ങനെ പറയാനുള്ള ലൈസൻസ് ഒന്നുമല്ലല്ലോ. അല്ല, അത് സമ്മതിക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അയാൾ മഹാനായ ഒരു സാംസ്കാരിക നായകനായി സമൂഹത്തിൽ മാറുകയും അയാളെ കുറിച്ച് പാഠപുസ്തകത്തിൽ പോലും ഉൾപ്പെടുത്തണമെന്ന് വാദിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം കൂടുമ്പോൾ അയാൾക്ക് ആത്മവിശ്വാസം കൂടുന്നു പറയുന്നു. അയാൾക്കെതിരെ ഇഷ്ടം പോലെ ഞാൻ ഒരു കാര്യം ചെയ്യും, അയാൾ എന്തെല്ലാം വൃത്തികെടുപ്പ്, ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ചു, VS അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞതിന് അപ്പുറത്തേക്ക് വ്യക്തികളെ ചീത്ത വിളിക്കുന്നതും അയൽപക്കത്തുള്ള ഒരു തുണി പറിച്ച് കാണിക്കുന്നതും എന്തെല്ലാം വൃത്തികേടുകൾ അയാൾ കാണിച്ചു. അയാൾക്കെതിരെ കേസ്, അയാളെ ഒരു ദിവസം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ അപർണയെ കുറിച്ച് അയാൾ പറഞ്ഞത് അങ്ങേയറ്റം വൃത്തികേടാണ്. ശരിക്കും ജാമ്യമില്ലാത്ത വകുപ്പ് എടുക്കത്തില്ല. എന്റെ ഭാര്യയെ കുറിച്ചും എനിക്ക് 16 വയസ്സ് പോലും തികയാത്ത എന്റെ കുഞ്ഞിനെ കുറിച്ചും അയാൾ പറഞ്ഞത് മഹാവൃത്തികേടാണ്. എനിക്ക് മാത്രമേ പറഞ്ഞു അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇയാൾ ഈ കേരള പോലീസിന്റെയും സർക്കാരിന്റെയും പാർട്ടിയുടെയും സംരക്ഷണയിലാണ്. ആ ഭാഗം ചേർന്ന് നിന്നാൽ, അവർക്കൊപ്പം നിന്നാൽ എന്ത് വൃത്തികേട് ഇവിടെ കാട്ടാം. അല്ലാതെ ഒരാൾ തുമ്മിപ്പോയാൽ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒന്ന് പരാമർശിച്ചപ്പോ പ്രശാന്ത് ഒക്കെ സസ്പെൻഷനില്ല 1 വർഷത്തിലധികമായിട്ട്. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അതുകൊണ്ട് നമുക്ക് നീതി കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഇതിനെ പുറകെ പോകണമെന്ന് ഓർത്താണ് ഞാൻ മിണ്ടാതിരുന്നത്. അപ്പൊ പിന്നെ അപർണ എന്നോട് പറഞ്ഞു വെറുതെ വെക്കേണ്ട കാര്യമില്ല, ഇത് അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നിങ്ങൾ അത് കൈകാര്യം ചെയ്തോളൂ. കാരണം അയാളെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ജാത്യാധിക്ഷേപം എന്ന് പറഞ്ഞ കേസ് വരാം. ഞാൻ അനുഭവിച്ചതാണ് ഒരു കേസ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ വലിയ പ്രതിസന്ധി എന്താന്ന് വെച്ചാൽ, നിർഭാഗ്യവശാൽ അയാൾ ദളിത് സമൂഹത്തിൽപ്പെട്ട ആളായതുകൊണ്ട് എന്നെ അയാൾ പച്ചത്തെറി വിളിച്ചാലും ഞാൻ അതേക്കുറിച്ച് പ്രതികരിച്ചാൽ അയാൾ ഒരു പക്ഷേ അങ്ങനെയൊന്നുമുള്ള പ്രിവിലേജ് യഥാർത്ഥത്തിൽ ദളിത് വിഭാഗത്തിനുമില്ലല്ലോ. ഇതിപ്പോൾ ദളിത് വിഭാഗത്തിന്റെ ഒരു ശബ്ദമേ അല്ല. ദളിത് ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർക്കുന്നു എന്ന് തന്നെയാണ്. അവരുടെ യഥാർത്ഥ പോരാട്ടങ്ങളുടെ നിറം കെടുത്തുന്നതാണ് ഈ ഇത്തരം പരാമർശങ്ങൾ എന്നും കൂടിയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഇല്ല, ഞാൻ അത് അംഗീകരിക്കുന്നു. പക്ഷെ എന്റെ ഒരു അനുഭവം മോശമാണ്. അതായത് ഞാൻ ഒരിക്കൽ ഒരു MLA കുറിച്ച് വളരെ മോശമായി അല്ല, നല്ല അയാളെ നേരത്തെ അഴിമതിയെ കുറിച്ച് പറഞ്ഞു. ഞാൻ അയാളുടെ ജാതി ഓർത്തു പോലുമില്ല. അയാളുടെ അഴിമതിയെ കുറിച്ച് പറഞ്ഞു, പാവപ്പെട്ട കുട്ടികളെ വെയിലത്ത് നിർത്തിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ ദളിതനായതുകൊണ്ട് അയാൾക്കെതിരെ വാർത്ത കൊടുത്തു പറഞ്ഞിട്ട് എനിക്ക് സുപ്രീം കോടതി വരെ ഒളിവിൽ പോകേണ്ടി വന്നു. അത്തരമൊരു അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ സത്യമായിട്ടും ഒരു പരാതി കൊടുക്കാൻ പേടിയാണ്. ഞാൻ കൊണ്ട് പരാതി കൊടുത്താൽ അപ്പം ഈ ദളിതാക്ഷേപം പറഞ്ഞ് എന്റെ പേര് കേസെടുത്ത് അറസ്റ്റ് ചെയ്താലോ എന്നൊരു ഭയം എനിക്കില്ലാഴുകയില്ല. അതായത് തിരിച്ചേതെങ്കിലും തരത്തിലുള്ള പരാതികൾ വരികയോ സൃഷ്ടിക്കപ്പെടുകയോ ഒക്കെ ചെയ്താൽ അയാളെ പിന്തുണയ്ക്കാൻ ഇപ്പോഴും ആളുകളുണ്ട് അല്ലേ? ഉണ്ട്. അയാൾ പറഞ്ഞ എല്ലാ വൃത്തികേടുകളും അയാളിപ്പോ കഴിഞ്ഞ ദിവസം പോലീസ്, ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു. പോലീസിന് കൊടുത്ത മൊഴി അയാൾ കവിതയാണ് എഴുതുന്നതാണ്. ഈ പറഞ്ഞ പച്ചത്തെറിയ അയാൾ കവിതയാണെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അത് കവിതയാണെന്ന് കുറിച്ചിട്ട് അത് കവിതയാണെന്ന് റിപ്പോർട്ട് കൊടുക്കുന്ന പോലീസുകാരിവിടെ ഉള്ളത്. എന്റെ ഭാര്യയും എന്റെ മക്കളെയും ഒരു ബന്ധമില്ല. അവരോട് ഞാൻ പറഞ്ഞില്ല. അവരിപ്പം ഇത് കേൾക്കുമ്പോഴായിരിക്കും അവർ അറിയാൻ പോകുന്നത്. ഞാൻ അവരോട് പറയാനും പോയില്ല. ഇത് അവരോട് പറഞ്ഞ് അവരറിയാൻ പോകുന്നത് ഇപ്പോഴായിരിക്കും. അപ്പം ഇത് കവിതയാണെന്നായിരിക്കും പോലീസ് റിപ്പോർട്ട്. നമ്മൾ എന്ത് ചെയ്യും? യെസ്, അപർണ കുറുപ്പ് കൂടി ചേരുന്നുണ്ട്. അപർണ, നേരത്തെ തന്നെ നമുക്കറിയാം അങ്ങേയറ്റം മോശമായ പരാമർശങ്ങൾ വിനായകന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നീട് വാർത്തകൾ നൽകിയ പശ്ചാത്തലമുണ്ട്. അത് കൃത്യമായി തന്നെ നമ്മൾ സൂചിപ്പിച്ചതുമാണ്. അതായത് ഇത്തരം പരാമർശങ്ങൾ ആര് നടത്തിയാലും അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇതുമായി മുന്നോട്ട് പോകാൻ ഒരു നടൻ എന്ന പ്രിവിലേജ് ഉപയോഗിച്ചാൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയിലായിരുന്നു അപർണയുടെ ആദ്യത്തെ വീഡിയോ വരുന്നത്. അതിനുശേഷമാണ് ന്യൂസ് 18 നേരെ ഒപ്പം അപർണയ്ക്ക് നേരെ ഉണ്ടായ ആക്ഷേപങ്ങൾ എന്നത്. അത് ഏതാണ്ട് അവസാനിപ്പിച്ചു എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. കാരണം അത്തരം പോസ്റ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും വിനായകന്റെ ഭാഗത്ത് നിന്ന് അത് നേരിട്ട് പോസ്റ്റായി പ്രത്യക്ഷപ്പെടുകയല്ല. ഷാജൻ സ്കറിയെ പോലെയുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് പലർക്കും ഓഡിയോ സന്ദേശമായി അയച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി അത് പ്രേക്ഷകർക്ക് കേൾക്കുന്നതിന് വേണ്ടി ആ ഓഡിയോ സന്ദേശത്തിലേക്ക്. എടി അപർണേ, ഞാൻ ഇന്ന് റെഡിയാണ്. നിന്നെ കുറുപ്പല്ല നിന്റെ തന്ത, നിന്റെ തന്ത. എനിക്ക് നിന്നോട് പ്രണയം തോന്നി ഇരിപ്പിക്കുന്ന കെട്ടി നീ എൻ്റെ കൂടെ വരോ എൻ്റെ മോളെ? എടി അപർണേ, ഞാൻ നിന്നെ ഇന്ന് അപർണ കുറുപ്പെന്ന് വിളിക്കുന്നു. എടി എന്ന് ഞാൻ വിളിക്കുന്നു. മനസ്സിലായടാ? യെസ്, അപർണ കുറുപ്പ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപർണ, ഇതിപ്പോൾ തുടർച്ചയായി, അതായത് നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ ഒരു സമയത്ത് ഇത്
ഒരു പ്ലാറ്റ്ഫോമിൽ, പൊതുവായ പ്ലാറ്റ്ഫോം എന്ന് തന്നെ പറയാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, അത് ആർക്കും സ്വീകാര്യമാകുന്ന പ്ലാറ്റ്ഫോം ആണ്. പക്ഷേ ഇപ്പോഴുള്ള ഒരു രീതി എന്നത് ഇത് പല ആളുകൾക്ക് ഇങ്ങനെ അശ്ലീലം, അത് അങ്ങേയറ്റത്തെ അശ്ലീലം ഉപയോഗിച്ചുകൊണ്ടുള്ള പദപ്രയോഗം അത് പറയുക തന്നെയാണ്. നേരത്തെ എഴുത്തായാണ് വന്നത് എങ്കിൽ ഇത് ഫോണിലൂടെ ഓഡിയോ മെസ്സേജായി അയക്കുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. തുടരുന്ന അശ്ലീല പ്രയോഗം എന്ന് തന്നെ പറയാം. ഇപ്പോഴും എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഈ അശ്ലീല പ്രയോഗം തുടരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഇതിന് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്നത് പോലെ കുറേ അധികം ആളുകൾ പിന്തുണയ്ക്കുന്നു എന്നത് തന്നെയാണോ ഷാജിൻ സ്കറിയെ പോലുള്ളവർ പറയുന്ന ആ പിന്തുണയാകാം ഇത്തരം പ്രതികരണങ്ങൾ തുടരാൻ കാരണമെന്നാണ്? അഭിലാഷ്, വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപത്തിലൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പം പല ഭാഗങ്ങളും നമ്മൾ കേൾപ്പിക്കാതെ വിട്ടത്, അത് ബീപ്പ് ചെയ്ത് വിട്ടിരിക്കുന്നത് പുലയാടി മോളെ എന്നുള്ളൊരു വാക്കാണ്. അത് ഒരു കവിത, അച്ഛൻ്റെ കവിതയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ തന്നെ പറഞ്ഞതാണ്. അത് ആ ഒരു വാക്കാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തൊക്കെ രണ്ട് കാര്യമാണ്. ഒരു തികഞ്ഞ ഒരു അറ്റൻഷൻ സീക്കിങ്, ഒരു മീഡിയ അറ്റൻഷൻ ഉണ്ടാക്കാനുള്ള ഒരു നീക്കം. രണ്ടാമത്തത് അതൊരു തികഞ്ഞ ഭീരുത്വമാണ്. കാരണം മാധ്യമപ്രവർത്തകനായ ഷാജിൻ സ്കറിയയ്ക്കാണ് ഈ ഓഡിയോ അയച്ചു കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ നേരിട്ട് അയച്ചു കഴിഞ്ഞാൽ നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വളരെ കരുതലോടുകൂടി തന്നെ അത് നേരിടുകയും ചെയ്തിരിക്കുന്നു. വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശമോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും വിമർശനമോ വിനായകനെ പോലെ ഒരു നടനെതിരെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്ന കൂട്ടത്തിലൊക്കെ തന്നെയാണ്. പക്ഷേ ചില ആൾക്കാർ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പ്രതികരണങ്ങൾ അർഹിക്കാത്തതാണ്. ഇപ്പം പ്രതികരണങ്ങൾ അർഹിക്കാത്ത തരത്തിലുള്ള ഒരു വിഭാഗമാണ് വിനായകൻ എന്ന് കരുതുന്നത് കൊണ്ട് അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശം ഞാൻ ഈ വിഷയത്തിന് ശേഷവും നടത്തിയിട്ടില്ല. പക്ഷേ ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. സ്റ്റേറ്റ് അവാർഡ് വിന്നറാകുകയും അങ്ങനെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വേദികളിലൊക്കെ എത്തുകയും ചെയ്യുന്ന ഒരാൾക്ക് സമൂഹത്തോട് കാണിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. ഇത് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായതുകൊണ്ടാണ് പോലീസ് വിളിക്കുകയും കവിതയാണ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിജിറ്റൽ നയത്തിൻ്റെ ഒരു വിഷയം കൂടെ അതിനകത്തുണ്ട്. അതേസമയം ആ നയം ഉള്ളപ്പോഴും എത്ര പേരെ അറസ്റ്റ് ചെയ്ത് അകത്തൊക്കെ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് നിയമപാലന സംവിധാനവും ഭരണകൂടവും ഒക്കെ സ്വയം ചോദിക്കേണ്ട കാര്യമാണ്. ആ പോസ്റ്റുകൾ മുഴുവൻ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പോസ്റ്റുകൾ മുഴുവൻ പിൻവലിച്ചതിന് ശേഷം മറുനടൻ മലയാളി ഷാജിൻ സ്കറിയയുടെ പോർട്ടലും അങ്ങനെ ഒരു വീഡിയോ വിനായകനെ വിമർശിച്ച് ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും ആ വീഡിയോയ്ക്ക് ശേഷമാണ് ഈ ഓഡിയോ അയച്ചു കൊടുത്തിരിക്കുന്നത്. അത് ഈ ഓഡിയോ അയച്ചു കൊടുക്കുക, മറ്റ് പലർക്ക് ഈ ഓഡിയോ അയച്ചു കൊടുക്കുക എന്നതിലൂടെ തികഞ്ഞ ഒരു ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതാണ്. പുച്ഛത്തോടുകൂടി കളയുകയാണ്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശം നടത്താൻ പോലും അർഹമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് കരുതുന്നില്ല. ഇത്തരം ചില സംഭവങ്ങളെയും ചില വ്യക്തികളെയൊക്കെ നമ്മൾ സമൂഹത്തിൽ ആ രീതിയിൽ ഒരു അറ്റൻഷൻ കൊടുത്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം പോലും ഉണ്ട് എന്ന് കരുതുന്നില്ല.